മേ ബി നമ്മൾ ഇതൊക്കെ വായിക്കുന്നുണ്ടാവും, ചിലതൊക്കെ തലയിലേക്ക് കയറുന്നുണ്ടാവും, ചിലതൊന്നും നമുക്ക് മനസ്സിലാവുന്ന പോലും ഉണ്ടാവില്ല. നമ്മളിതൊന്ന് റീകോൾ ചെയ്യാനൊന്നും ശ്രമിക്കാതിരുന്നുണ്ടെങ്കിൽ അതൊരു എഫക്റ്റീവ് വേ ഓഫ് സ്റ്റഡിങ് അല്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം ഇൻ ബിറ്റ്വീൻ ദ ടാസ്ക് ഈസിയർ വൺസ് ആയിട്ടുള്ള ടാസ്ക്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഡേ ഡ്രീമിങ് അല്ലെങ്കിൽ ഇടയ്ക്ക് ഫോക്കസ് പോയി പോവുക, അറിയാതെ വേറെ കാര്യത്തിലേക്ക് ചിന്ത പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാനുള്ള ചാൻസസ് കുറവായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നു. ഞാനീ പറയുന്ന കാര്യം ഞാൻ എൻ്റെ റിപ്പീറ്റർ ലൈഫിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്ത കാര്യങ്ങളാണ്. ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറേ നേരത്തേക്ക് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ആ പഠിത്തം കൂടുതൽ ഫോക്കസ് ആയിട്ട് എഫക്റ്റീവായിട്ട് എങ്ങനെ മാറ്റാം എന്നാണ്. കുറച്ച് ടിപ്സാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള വേ ഓഫ് സ്റ്റഡിങ് ആണ്. നിങ്ങൾ അതിൽ കംഫർട്ടബിൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഫോക്കസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ടിപ്സൊക്കെ നിങ്ങളുടെ സ്റ്റഡീസിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, കുറച്ചുകൂടി ഒരു ആക്റ്റീവായിട്ട് പഠിക്കാൻ നോക്കുക. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടി ബയോളജി ഇരുന്ന് വായിക്കുകയാണ്. അപ്പോൾ ഭയങ്കര പാസീവായിട്ടാണ് ആ കുട്ടി പഠിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ ഭയങ്കര പാസീവാണ്. നമുക്കിരുന്ന് ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ മതി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു റീലിരുന്ന് കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ കഥ പറയുന്നത് ഇങ്ങനെ കേൾക്കുന്നു. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കേൾക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ കാണുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡീസ്, നമ്മളിപ്പോൾ ഒരു ബയോളജി ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് ജസ്റ്റ് അതിങ്ങനെ നമ്മളിപ്പോൾ കിടന്നുകൊണ്ടൊന്നിങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് മേ ബി നമ്മൾ ഇതൊക്കെ വായിക്കുന്നുണ്ടാവും, ചിലതൊക്കെ തലയിലേക്ക് കയറുന്നുണ്ടാവും, ചിലതൊന്നും നമുക്ക് മനസ്സിലാവുന്ന പോലും ഉണ്ടാവില്ല. നമ്മളിതൊന്ന് റീകോൾ ചെയ്യാനൊന്നും ശ്രമിക്കാതിരുന്നുണ്ടെങ്കിൽ അതൊരു എഫക്റ്റീവ് വേ ഓഫ് സ്റ്റഡിങ് അല്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം സ്റ്റഡീസ് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, കുറച്ചുകൂടെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് സ്റ്റഡീസിനെ കാണാൻ നോക്കുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അടുത്ത് കുറച്ച് സ്റ്റിക്കി നോട്ട് പാഡ്സ് ഒക്കെ വെക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ വരുന്ന സമയത്ത് അത് അണ്ടർലൈൻ ചെയ്യുക. എഗെയിൻ അത് ഇങ്ങനെ ഒന്ന് വായിച്ച് പഠിക്കാൻ നോക്കുക. പിന്നെ സ്റ്റിക്കി നോട്ട് പാഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്സൊക്കെ അവിടെ എഴുതി വെക്കുക. അങ്ങനെ കുറച്ചുകൂടെ പഠനം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പഠിച്ച സാധനം ഒന്ന് റീകോൾ ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ഇങ്ങനെ, അത് എൻ്റെ വലിയൊരു പ്രശ്നമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ റീകോൾ ചെയ്യാത്ത ആൾക്കാരായിട്ട് എനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം റീകോൾ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മടിയായിരിക്കും പലർക്കും. കാരണം അത്രയും കുറേ പഠിച്ച് ഇനി എഗെയിൻ പഠിച്ച സാധനം ഇരുന്ന് ആലോചിക്കുമ്പം കുറേ സമയം പോകുമല്ലോ എന്ന് കരുതി നമ്മൾ റീകോൾ ചെയ്യാൻ നോക്കില്ല. അപ്പം എല്ലാ സാധനവും റീകോൾ ചെയ്യാൻ നോക്കിയിട്ടില്ലെങ്കിൽ കൂടെ നിങ്ങൾ അതിൽ മറക്കാൻ ചാൻസസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് മനസ്സിലിങ്ങനെ റീകോൾ ചെയ്യാൻ നോക്കുക. അത് നല്ലതായിരിക്കും. പിന്നെ അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു എൻറ്റയർ സ്റ്റഡി പീരിയഡിന് നിങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു 10 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ കുറേ കുഞ്ഞു ചങ്ക്സ് ആക്കിയിട്ട് മാറ്റാൻ നോക്കുക. കുറച്ച് നേരം പഠിക്കുക, പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കുക, അടുത്ത കുറച്ച് നേരം പഠിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക. അങ്ങനെ നിങ്ങളുടെ കംഫർട്ട് ലെവലിനനുസരിച്ച്. ഇപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ചിലർക്ക് 1-2 മണിക്കൂറൊക്കെ ഒരു ബ്രേക്കും എടുക്കാണ്ട് നല്ല ഫ്ലുവൻ്റായിട്ട് പഠിച്ചു പോകാൻ പറ്റുമായിരിക്കും. ചിലർക്ക് 3 മണിക്കൂർ വരെയൊക്കെ പറ്റിയേക്കാം. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യാൻ. ഇപ്പോൾ രാത്രിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ടയേർഡ് ആവുന്ന സമയത്ത് നമുക്കൊരു ½ ആൻ അവർ പഠിക്കാം, കുറച്ച് നേരം ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം, എഗെയിൻ ½ ആൻ അവർ പഠിക്കാം, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. ആ രീതിക്ക് പോകാവുന്നതാണ്. പിന്നെ അടുത്ത കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, മിക്സ് ഡിഫിക്കൽട്ട് ടാസ്ക്സ് വിത്ത് ഈസിയർ വൺസ് ഇൻ ബിറ്റ്വീൻ. അതായത് നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് കരുതും. ഫിസിക്സ് ആണ് ഒരു കുട്ടിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ കുറേ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഭയങ്കര സാച്ചുറേറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, പറ്റുന്നില്ല എന്ന് തോന്നിയാൽ പോലും എഴുന്നേക്കാതെ ഇരുന്ന് പഠിക്കണം. അപ്പോൾ നമ്മൾ എഗെയിൻ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പുഷ് ചെയ്ത് എഗെയിൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മേ ബി ഒരു സാച്ചുറേഷൻ ലെവൽ എത്തിയതുകൊണ്ട് നമുക്ക് ഈവൻ ദോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടെ ആ ഒരു ആദ്യം പഠിക്കുന്നേരം ഉണ്ടായിരുന്ന ആ ഒരു എഫക്റ്റീവ്നെസ്സോടെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ആലോചിച്ച് എത്തിക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം ഇൻ ബിറ്റ്വീൻ ദ ടാസ്ക് ഈസിയർ വൺസ് ആയിട്ടുള്ള ടാസ്ക്സ് ചെയ്യാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഒന്ന് വായിക്കുക. അല്ലെങ്കിൽ ബയോളജി വായിക്കൽ പലർക്കും ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരിക്കും.
ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു. അതായത് എനിക്ക് കുറേ നേരം ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഭയങ്കര ഇതാവുന്ന സമയത്ത് ഞാൻ കുറച്ച് ബയോളജിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിയറിയൊക്കെ എടുത്തൊന്ന് ഇങ്ങനെ വായിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ഞാൻ പോമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോമഡോറോ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ഓൺലൈനായിട്ട് പഠിക്കുന്നവർ അരമണിക്കൂർ പഠിച്ച് അടുത്തൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. ഓക്കെ, അടുത്ത 5 മിനിറ്റ് ഞാൻ ഫോൺ എടുക്കാം, ഫോണിൽ ഇൻസ്റ്റാഗ്രാം നോക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീൽസ് നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരിക്കലും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ പോമഡോറോ പഠിക്കാൻ ഉള്ള ടൈമിൻ്റെ ഇൻ ബിറ്റ്വീൻ എടുക്കുന്ന ഈ പോമഡോറോ ബ്രേക്സിൽ, ഈ കുഞ്ഞു 5 മിനിറ്റ്സ് ബ്രേക്സിലൊന്നും ഫോൺ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിജിറ്റൽ സാധനങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം അത് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഭയങ്കരമായിട്ട് കൂടും. അതായത് ഒരു അരമണിക്കൂർ പഠിച്ച് 5 മിനിറ്റ് ഫോൺ എടുത്താൽ നമുക്ക് 5 മിനിറ്റിൽ ഫോണ് തിരിച്ചു വെക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് മേ ബി കുറേ നേരം ഇരുന്ന് റീൽസൊക്കെ കണ്ട് സമയം പോകുന്നത് നമ്മൾ അറിയേയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പം +1 +2 പഠിക്കുന്ന കുറേ മക്കൾ നമ്മുടെ വീഡിയോസിനൊക്കെ കമൻ്റ് ഇടാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, നിങ്ങൾക്കായിട്ട് +1 +2 പഠിക്കുന്ന കുട്ടികളെ എങ്ങനെ സ്റ്റഡീസിന് സ്റ്റാർട്ട് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, എന്തായാലും ചെയ്യുന്നതായിരിക്കും. അത് കൂടാതെ എനിക്ക് നിങ്ങളിപ്പം ഒരു ദിവസം നമ്മൾ റിപ്പീറ്റർ പഠിക്കുന്ന പോലെ ഇത്രയും ഹെക്റ്റിക്കായിട്ട് പഠിക്കുന്നവരായിരിക്കില്ല നമ്മൾ. പക്ഷെ നിങ്ങൾക്ക് നീറ്റ് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ദിവസം 10-12 മണിക്കൂർ ഇരുന്ന് പഠിക്കുക എന്നുള്ള രീതിക്ക് തുടങ്ങേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കത് പറ്റില്ല. പെട്ടെന്ന് ഒരു ദിവസം ഇതുവരെ അങ്ങനെയൊന്നും പഠിക്കാത്തൊരു കുട്ടി പെട്ടെന്ന് ഒരു ദിവസം 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ മേ ബി ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ, അത് നടക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം നിങ്ങളൊരു ഇതുവരെ ഇങ്ങനെ നീറ്റിനൊന്നും പ്രിപ്പയർ ചെയ്യാത്ത കുട്ടിയാണെങ്കിൽ, എനിക്ക് നീറ്റ് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ഒരു 2 മണിക്കൂർ പഠിക്കുക, രണ്ടാമത്തെ ദിവസം ഒരു 4 മണിക്കൂറാക്കാൻ നോക്കുക, മൂന്നാമത്തെ ദിവസം ഒരു 6 മണിക്കൂർ, ഇങ്ങനെ കൂട്ടി നിങ്ങളുടെ കംഫർട്ട് ലെവലിനനുസരിച്ച് ഈ പഠിക്കുന്ന സ്റ്റഡി ആഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എഫിക്കസിയൊക്കെ കൂട്ടി വരാൻ നോക്കുക. അടുത്ത കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഞാൻ പലപ്പോഴും യൂസ് ചെയ്യുന്നൊരു ടിപ്പായിരുന്നു. എനിക്കറിയില്ല എത്രത്തോളം പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എന്നറിയില്ല, ബട്ട് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. എനിക്കിത് ആക്ച്വലി പറഞ്ഞത് എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. നമ്മൾ പോമഡോറോ ടെക്നിക്കിനെ പറ്റി പറഞ്ഞല്ലോ, അപ്പോൾ അത് നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ പോമഡോറോ 30/5 എന്നടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം 30/5 എന്നടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ വീഡിയോസ് കാണാൻ പറ്റും. 5 മണിക്കൂറിൻ്റെയും 2 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോസ് ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ഞങ്ങൾ പലപ്പോഴും പഠിക്കുന്ന സമയത്ത്, റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യണ ഒരു കാര്യമായിരുന്നു. അതായത് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ലാപ്ടോപ്പിൽ നമ്മൾ പോമഡോറോ 30/5 അല്ലെങ്കിൽ 40/5 ഏതായിരുന്നു നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം അത് സെലക്ട് ചെയ്തിട്ട്, അങ്ങനെ കുറേ വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൽ ഉണ്ടാവും. അപ്പോൾ അതവിടെ ലാപ്ടോപ്പ് ഓൺ ആക്കിയിട്ട് പഠിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ അവിടെ വെക്കും. എസ്പെഷ്യലി തിയറി ടോപ്പിക്സ് പഠിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിരുന്നത്. എസ്പെഷ്യലി ബയോളജി അല്ലെങ്കിൽ ബയോളജി ആയിരുന്നു മെയിനായിട്ട്. പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫ്രണ്ടിൽ ഈ ടൈം വെക്കും. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഒരു ചങ്ക് എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആയിരിക്കും. അപ്പോൾ 30 ഇങ്ങനെ കുറഞ്ഞ് അത് 29 ആവും, 28 ആവും, ഇങ്ങനെ കുറഞ്ഞ് ലാസ്റ്റ് 10 മിനിറ്റ് ആവും, പിന്നെ 2 മിനിറ്റ്, 1 മിനിറ്റ്, ഇനി 1 മിനിറ്റ് 30 മിനിറ്റ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ അടുത്തൊരു 5 മിനിറ്റിൻ്റെ ഒരു ബ്രേക്ക് ടൈം. അതിൽ പിന്നെ കാണിക്കുക 5 മിനിറ്റ് ക്ലോക്ക് ആയിരിക്കും. ഈ 5 മിനിറ്റ് 4 ആവും, 3 ആവും, 2 ആവും, 1 ആവും, ഇങ്ങനെ 5 മിനിറ്റ് ബ്രേക്ക് ടൈം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ ഒരു 10:30 നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത 11 മണി വരെയാണ് നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റഡി ടൈമിൻ്റെ ഒരു ചങ്ക് പറയുന്നത്. അപ്പം അത് നമ്മൾ ആ ഒരു അരമണിക്കൂർ പോകുന്നത് നമുക്കിങ്ങനെ മനസ്സിലാവും. മുന്നേ തന്നെ നമ്മൾ ടൈം കാണുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഡേ ഡ്രീമിങ് അല്ലെങ്കിൽ ഇടയ്ക്ക് ഫോക്കസ് പോവുക, അറിയാതെ വേറെ കാര്യത്തിലേക്ക് ചിന്ത പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാനുള്ള ചാൻസസ് കുറവായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നു. ഞാനീ പറയുന്ന കാര്യം ഞാൻ എൻ്റെ റിപ്പീറ്റർ ലൈഫിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പേഴ്സൺ ടു പേഴ്സൺ ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. എനിവേ ട്രൈ ഇറ്റ്. എന്നിട്ട് നല്ല റിസൾട്ടൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.